നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ. സംസ്ഥാന ബജറ്റ് ഒല്ലൂരിന്റെ സമഗ്ര വികസനത്തിന് ഉതകുന്നതാണെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. പശുക്കളെ നഷ്ടപ്പെട്ട ക്ഷീര കർഷകർക്ക് മന്ത്രി ജെ ചിഞ്ചുറാണി പശുക്കളെ വിതരണം ചെയ്തു. ക്യാൻസർ ജനകീയ പ്രതിരോധ ക്യാമ്പയിൻ ബ്ലോക്ക് തല ഉദ്ഘാടനം പ്രസിഡന്റ് കെ ആർ രവി വെള്ളാനിക്കര സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ ഉദ്ഘാടനം ചെയ്തു. പുത്തൂർ നമ്പ്യാർ റോഡിൽ മധ്യവയസ്കനെ ചവിട്ടിക്കൊന്ന കേസിൽ അറസ്റ്റിലായ പ്രതികളെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. വിശദമായ വാർത്തകളിലേക്ക്. ഒല്ലൂരിന്റെ സർവ്വതല വികസനത്തിന് ഉതകുന്ന ബജറ്റാണ് എന്ന് മന്ത്രി കെ രാജൻ. ഒല്ലൂർ നിയോജക മണ്ഡലത്തിന്റെ സ്വപ്നങ്ങളിൽ മഹാഭൂരിപക്ഷവും സാക്ഷാത്കരിക്കുവാൻ കഴിയുന്ന വിധത്തിലുള്ള ബജറ്റാണ് ധനമന്ത്രി KN ബാലഗോപാൽ അവതരിപ്പിച്ചതെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. ദീർഘകാലമായി സ്വന്തമായി ഭൂമിയില്ലാത്ത ഉണ്ടുറങ്ങുന്ന മണ്ണിലേക്ക് സുഗമമായ ഗതാഗത മാർഗമില്ലാത്ത ഒളക്കര ആദിവാസി കോളനിക്ക് 3 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് റോഡ് നിർമ്മിക്കുവാൻ അനുമതി നൽകിയതു മുതൽ ഒല്ലൂരിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അടിസ്ഥാന ആവശ്യങ്ങൾക്കായുള്ള ഭൂമിയും കെട്ടിടത്തിനും പണം അനുവദിച്ചുകൊണ്ടുള്ള സമഗ്രമായ വികസനങ്ങൾ ഉൾപ്പെടുന്നതാണ് ഈ ബജറ്റെന്നും ഒല്ലൂർ MLA കൂടിയായ മന്ത്രി പ്രതികരിച്ചു. മണ്ഡലത്തിലുള്ള പൊതുമരാമത്ത് വകുപ്പിന്റെ പ്രധാന റോഡുകളെല്ലാം ഈ ബജറ്റിലെ വിഹിതം കൂടി ലഭ്യമാക്കുന്നതോടെ BMBC നിലവാരത്തിലുള്ളതായി മാറും. ജില്ലാ പഞ്ചായത്തിന്റെ ആസ്തിയിലുണ്ടായിരിക്കുന്ന മൂർക്കനിക്കരയിൽ നിന്ന് കൈനൂരിലേക്കുള്ള കൈനൂർ മുണ്ടോളിക്കടവ് റോഡ് BMBC ആക്കുവാൻ 4 കോടി രൂപ ബജറ്റിൽ അനുവദിച്ചിട്ടുണ്ട്. സുവോളജിക്കൽ പാർക്കിന്റെ മുന്നിലൂടെയുള്ള തോണിപ്പാറ കുരിശുമൂല റോഡിന് 8 കോടി രൂപയും നടത്തറ വീപ്പിൻ ഭഗവതി എരവിമംഗലം പുത്തൂർ കാലടി വഴിയുള്ള മൈനാർ റോഡിന് 3.25 കോടി രൂപയും അനുവദിച്ചു. ഈ 3 റോഡുകൾ കൂടി നവീകരിക്കുന്നതോടെ പുത്തൂർ സുവോളജിക്കൽ പാർക്ക് എന്ന ഏഷ്യയിലെ ഏറ്റവും വലിയ മൃഗശാലയിലേക്ക് ജില്ലയുടെ എല്ലാ ഭാഗത്തു നിന്നും എത്തിച്ചേരുവാനുള്ള റോഡുകളെല്ലാം BMBC നിലവാരത്തിലുള്ളതായി മാറും എന്നതാണ് ഈ ബജറ്റിൽ ഒല്ലൂരിനുള്ള അഭിമാനകരമായ നേട്ടം. അന്തിമഘട്ടത്തിലെത്തി നിൽക്കുന്ന സുവോളജിക്കൽ പാർക്കിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്കായി നിലവിൽ പ്രഖ്യാപിച്ച തുകയ്ക്ക് പുറമെ ഇക്കുറി 6 കോടി രൂപ പുതുതായും അനുവദിച്ചിട്ടുണ്ട്. പീച്ചി ഡാം വികസനത്തിന് അനുവദിച്ചിരിക്കുന്ന 10 കോടി രൂപ ഒല്ലൂർ വികസനത്തിന്റെ മറ്റൊരു പൊൻതൂവലായി ഇതിനകം നിർമ്മാണം പുരോഗമിക്കുന്ന ടൂറിസം കോറിഡോർ പദ്ധതിക്ക് കരുത്തു പകരുമെന്നും മന്ത്രി കെ രാജൻ പറഞ്ഞു. നിലവിലുള്ള പീച്ചി ഗസ്റ്റ് ഹൌസ് പുനർനിർമ്മിക്കുന്നതിന് 10 കോടി രൂപയും അനുവദിച്ചു. ഇതിനു പുറമെ പുത്തൂരിൽ പുതുതായി ഗസ്റ്റ് ഹൌസ് നിർമ്മിക്കുന്നതിനും 10 കോടി രൂപ അനുവദിച്ചു. ഒല്ലൂർ ജംഗ്ഷൻ വികസനത്തിന് ഇതിനകം അനുവദിച്ച പണം ഉപയോഗിച്ച് ഭൂമി ഏറ്റെടുക്കൽ നടപടി ആരംഭിച്ചിരിക്കുന്ന ഈ ഘട്ടത്തിൽ തന്നെ ഒല്ലൂർ പള്ളിക്ക് ചുറ്റുമുള്ള ഒല്ലൂർ ടൗൺ റോഡ് 2.75 കോടി രൂപ ചെലവഴിച്ച് BMBC ആക്കുവാനും ബജറ്റിലൂടെ തുക ലഭിച്ചിരിക്കുകയാണ്. പീച്ചിയിൽ ആരംഭിച്ച ITIക്ക് കെട്ടിടം നിർമ്മിക്കുന്നതിന് 15 കോടി രൂപയും ഒല്ലൂർ ഗവൺമെന്റ് കോളേജിൽ പുതിയ കെട്ടിടം നിർമ്മിക്കുവാൻ 18 കോടി രൂപയും ബജറ്റിൽ നീക്കിവെച്ചു. ഡോക്ടർ സുകുമാർ അഴിക്കോടിന്റെ നാമധേയത്തിലുള്ള പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ തുടർ നടപടികൾക്ക് 2 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. മാന്നാമംഗലത്ത് ആരംഭിക്കുവാൻ നിശ്ചയിച്ച തിയേറ്റർ കം ഷോപ്പിംഗ് കോംപ്ലക്സിന് 15 കോടി രൂപ പ്രഖ്യാപിച്ചു. കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് മാടക്കത്തറയിലെ കറപ്പൻചിറ നവീകരിക്കുവാൻ 4 കോടി രൂപയും താണിക്കുടം പുഴയുടെ തുടർന്നുകൊണ്ടിരിക്കുന്ന നവീകരണത്തിന്റെ 2ാം ഘട്ടത്തിന് 10 കോടി രൂപയും ബജറ്റിൽ അനുവദിച്ചു. വാണിയംപാറയിലെ കുളം നവീകരിക്കുന്നതിന് അനുവദിച്ച 1 കോടി രൂപ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം കാണുന്നതിന് ഉപകരിക്കും. മണലി പുഴയ്ക്ക് കുറുകെ മാരായ്ക്കലിൽ ധർമ്മൻകടവ് മാപ്പിളക്കടവ് ചെക്ക് ഡാമിന് ജലവിഭവ വകുപ്പിന്റെ പ്രവൃത്തിയിൽ ഉൾപ്പെടുത്തി 5 കോടി രൂപയും അനുവദിച്ചു. പൊതുമരാമത്ത് വകുപ്പിന് കീഴിലെ സൗത്ത് അഞ്ചേരി റോഡിന് 6 കോടി, മുളയം വാട്ടർ ടാങ്ക് പള്ളിക്കണ്ടം കൂട്ടാല റോഡിന് 9 കോടി രൂപയും വലക്കാവ് താളിക്കുണ്ട് റോഡിന് 8 കോടി രൂപയും ബജറ്റിൽ അനുവദിച്ചതായി ഒല്ലൂർ MLA കൂടിയായ റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു.
പശുക്കളെ നഷ്ടപ്പെട്ട ക്ഷീര കർഷകന് കൈത്താങ്ങ്. പശുക്കളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ച് മന്ത്രി ജെ ചിഞ്ചുറാണി. തന്റെ ജീവിതോപാധിയായ 5 പശുക്കളെ നഷ്ടപ്പെട്ട രവി എന്ന ക്ഷീര കർഷകനെ കൈത്താങ്ങായി കേരള സർക്കാർ. ബ്ലൂമിയ എന്ന വേനൽ പുല്ല് അമിതമായി ഭക്ഷിച്ചതിനെ തുടർന്ന് തന്റെ ജീവിതോപാധിയായ 11 പശുക്കളിൽ 5 എണ്ണത്തിനെ നഷ്ടപ്പെട്ട രവിക്ക് പകരം 2 പശുക്കളെ നൽകിയാണ് സംസ്ഥാന സർക്കാർ കൈത്താങ്ങായത്. കേരള ഫീൽഡ് ലിമിറ്റഡിന്റെ ഡൊണേറ്റ് എ കൗ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് 2 പശുക്കളെ സംസ്ഥാന സർക്കാർ രവിക്ക് നൽകിയത്. മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി പശുക്കളെ കൈമാറി. പ്രതിസന്ധി ഘട്ടത്തിൽ തന്നെ ചേർത്തുപിടിച്ച സംസ്ഥാന സർക്കാരിനും മന്ത്രി ജെ ചിഞ്ചുറാണിക്കും കേരള ഫീൽഡ് അധികൃതർ അടക്കമുള്ളവർക്കും മറുപടി പ്രസംഗത്തിൽ രവി നന്ദി പറഞ്ഞു. രവിയെ യഥാസമയം സഹായിച്ച അവണൂർ ഗ്രാമപഞ്ചായത്തിലെ വെറ്ററിനറി ഡോക്ടർ രാജി, ഡോക്ടർ ശില്പ, പുഴയ്ക്കൽ ഗ്രാമപഞ്ചായത്ത് രാത്രികാല വെറ്ററിനറി ഡോക്ടർ നിതിൻ തുടങ്ങിയവരെ ചടങ്ങിൽ ആദരിച്ചു. അവണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമണി ശങ്കുണ്ണി KS കാലിത്തീറ്റ വിതരണം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ലിനി ടീച്ചർ ധാതു ലവണങ്ങൾ വിതരണം ചെയ്തു. ചടങ്ങിനെ CVR ചിറ്റിലപ്പള്ളി MLA അധ്യക്ഷത വഹിച്ചു. കേരള ഫീൽഡ് ലിമിറ്റഡ് ചെയർമാൻ K ശ്രീകുമാർ സ്വാഗതവും ഡെപ്യൂട്ടി മാർക്കറ്റിംഗ് മാനേജർ ഫ്രാൻസിസ് PP നന്ദിയും പറഞ്ഞു. അവണൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തോംസൺ തലക്കോടൻ, പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ PV ബിജു, ശ്രീലക്ഷ്മി സനീഷ്, ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ അജിത് ബാബു, ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ N വീണ, കേരള വെറ്ററിനറി സർവകലാശാല ഫാം ഡയറക്ടർ ഡോക്ടർ ശ്യാം മോഹൻ, വെളപ്പായ ക്ഷീരസംഘം പ്രസിഡന്റ് KR സുരേഷ് തുടങ്ങിയവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. മാടക്കത്ര ഗ്രാമപഞ്ചായത്തിന്റെ 2024-25 സാമ്പത്തിക വർഷത്തെ പദ്ധതിയായ വയോജനങ്ങൾക്ക് മെഡിക്കൽ ക്യാമ്പും സഹായ ഉപകരണ വിതരണവും നടന്നു. ക്യാമ്പയിൻ പങ്കെടുത്ത 59 വ്യക്തികൾക്കാണ് ഉപകരണങ്ങൾ വിതരണം ചെയ്തത്. 5 ലക്ഷത്തിലേറെ തുക ചെലവഴിച്ചാണ് പദ്ധതി നടപ്പിലാക്കിയത്. കല്ലേറ്റുംകരയിലുള്ള നിബ്മറിന്റെ സഹായത്തോടുകൂടി ശ്രവണ സഹായി, വോക്കർ, വീൽചെയർ എന്നിവയാണ് വിതരണം ചെയ്തത്. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KP പ്രശാന്ത് സ്വാഗതം പറഞ്ഞു. പഞ്ചായത്ത് പ്രസിഡന്റായ ശ്രീമതി ഇന്ദിരാ മോഹനൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് സണ്ണി ചിന്നിക്കര അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാവിത്രി VP, സെക്രട്ടറി ശ്രീകല VG തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു. ICDS സൂപ്പർവൈസർ നിത്തു ത്യാഗരാജ് നന്ദിയും പറഞ്ഞു. ഇതിന്റെ ഒരു ഫോട്ടോ എടുക്കണം. ഓക്കെ കേട്ടണ്ട നന്നായി കേൾക്കണ്ട. ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങൾ ആവശ്യപ്പെട്ട ഒരു ഉപകരണമാണ് ഇപ്പോൾ തരുന്നത്. വയോജനങ്ങളുടെ ഗ്രാമസഭയും സംഗമമൊക്കെ നടത്തിയപ്പോൾ ആദ്യമായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. മക്കൾ പറഞ്ഞതൊന്നും ഞങ്ങൾ കേട്ടില്ല, ഞങ്ങളുടെ ചെവി കേൾക്കാനില്ലാണ്. അങ്ങനെ പറഞ്ഞവരുണ്ട്. ആ പറഞ്ഞവർക്ക് വേണ്ടി 60 പേരോളം നമ്മളവിടെ മെഡിക്കൽ ക്യാമ്പ് വെച്ച് താണിക്കൊടുത്ത് നടത്തിയതിൽ അവർക്ക് ചെവിയിൽ വെക്കാനുള്ള ഉപകരണം 10,000 രൂപ വിലയുള്ള ഒരു ശ്രവണ സഹായിയാണ് ചെവിട് കേൾക്കാത്തവർക്ക് വേണ്ടി കൊടുക്കുന്നത്. പിന്നെ പറഞ്ഞത് നമുക്കൊന്ന് ഇരുന്നാലൊന്ന് എണീക്കാൻ, എണീറ്റ് കഴിഞ്ഞാൽ അപ്പം തന്നെ വീഴും. ആരും പിടിക്കാൻ സഹായത്തിനില്ലാത്തവർക്ക് വീഴ്ച ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ഒരു പ്രായമാണ് ഈ 60 വയസ്സിന് മുകളിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മുട്ടിന് വേദന, നടക്കാൻ പറ്റായ, പുറത്തിരിക്കുന്ന ആളുകളെ അകത്തിരുന്ന് അവരുടെ സംസാരം കേൾക്കുന്നുണ്ട്, പക്ഷേ അവിടം വരെ പുറത്തിരിക്കുന്നവരെ പോകാം. പിന്നെ പറഞ്ഞത് കട്ടിലുമ്മ കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് എണീറ്റ് ഇരുത്തി കഴിഞ്ഞാൽ ശരീരം താങ്ങാനൊരാളില്ല. അത് പുറത്തേക്ക് ഒരു വെയിൽ കൊള്ളാനോ കൊച്ചു മക്കളെ കാണാനോ ഇതിനൊക്കെ സഹായിക്കും. അതുകൊണ്ട് നമ്മളവിടെ വീൽ ചെയർ 4 ലക്ഷം രൂപയുടെ ഉപകരണങ്ങളാണ് തരുന്നത്. ഓപ്പറേഷൻ കാപ്പ തുടരുന്നു. കുപ്രസിദ്ധ മയക്കുമരുന്ന് ഗുണ്ട ഷമീർ അറസ്റ്റിൽ. തൃശൂർ ജില്ലയിലെ കുപ്രസിദ്ധ മയക്കുമരുന്ന് കുറ്റവാളി കരുവന്നൂർ സ്വദേശി നെടുപുരയ്ക്കൽ വീട്ടിൽ ഷമീറിനെയാണ് കാപ്പ ചുമത്തി ജയിലിലടച്ചത്. 2010 ചേർപ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കഞ്ചാവ് വിൽപ്പനയ്ക്കായി കൈവശം സൂക്ഷിച്ച കേസിലും 2012, 2014 വർഷങ്ങളിൽ ഇരിഞ്ഞാലക്കുട പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കഞ്ചാവ് വിൽപ്പനയ്ക്കായി കൈവശം സൂക്ഷിച്ച കേസുകളിലും 2023 വലപ്പാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 13 ഗ്രാം MDMA വിൽപ്പനയ്ക്കായി കൈവശം സൂക്ഷിച്ച കേസിലും
2024 മണ്ണുത്തി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 95 ഗ്രാം MDMA വിൽപ്പനയ്ക്കായി കൈവശം സൂക്ഷിച്ച കേസിലും ഉൾപ്പെടെ 9ഓളം കേസുകളിൽ പ്രതിയാണ്. മണ്ണുത്തി കേസിൽ ജാമ്യത്തിൽ ഇറങ്ങുവാനിരിക്കെയാണ് കാപ്പ ചുമത്തിയത്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ IPSന്റെ ശുപാർശയിൽ തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ IAS ആണ് 6 മാസത്തേക്ക് തടങ്കലിലാക്കി ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഇരിഞ്ഞാലക്കുട പോലീസ് ഇൻസ്പെക്ടർ അനീഷ് കരീം, സബ് ഇൻസ്പെക്ടർ ക്ലീറ്റസ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ വിജയകുമാർ തുടങ്ങിയവർ കാപ്പ ചുമത്തുന്നതിലും അറസ്റ്റ് ചെയ്യുന്നതിലും പ്രധാന പങ്കുവഹിച്ചു. തൃശൂർ റേഞ്ച് DIG ഹരിശങ്കർ IPSന്റെ മേൽനോട്ടത്തിൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിൽ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് ഓപ്പറേഷൻ കാപ്പ പ്രകാരം ഗുണ്ടകൾക്കെതിരെ സ്വീകരിക്കുന്ന കർശന നടപടികളുടെ ഭാഗമായാണ് കാപ്പ ചുമത്തി വരുന്നത്. ബി കൃഷ്ണകുമാർ IPS ജില്ലാ പോലീസ് മേധാവിയായി ചുമതലയേറ്റ ശേഷം 26 ഗുണ്ടകളെ കാപ്പ ചുമത്തി. 16 പേർക്കെതിരെ കാപ്പ പ്രകാരം നാടുകടത്തിയും 10 പേരെ ജയിലിലടച്ചും മറ്റുമുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഓപ്പറേഷൻ കാപ്പ പ്രകാരം കൂടുതൽ ഗുണ്ടകൾക്കെതിരെ കാപ്പ ചുമത്തുന്നതിന് നടപടി സ്വീകരിച്ചു വരുന്നുണ്ട്. ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം എന്ന ക്യാൻസർ ജനകീയ പ്രതിരോധ ക്യാമ്പയിന്റെ ഒല്ലൂക്കര ബ്ലോക്ക് തല ഉദ്ഘാടനം സാമൂഹ്യാരോഗ്യ കേന്ദ്രം വെള്ളാനിക്കരയിൽ വെച്ച് ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ KR രവി നിർവഹിച്ചു. ഒല്ലൂക്കര ബ്ലോക്ക് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സൂപ്രണ്ട് ഡോക്ടർ KS ജയന്തി സ്വാഗതം ആശംസിക്കുകയും ഹെൽത്ത് സൂപ്പർവൈസർ ലെസി ഡേവിസ് നന്ദി പറയുകയും ചെയ്തു. പരിപാടിയുടെ ഭാഗമായി ജൂബിലി നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ ഫ്ലാഷ് മോബ് അവതരിപ്പിക്കുകയും ചെയ്തു. ഉദ്ഘാടനത്തിന് ശേഷം സൂപ്രണ്ട് മറ്റ് ഡോക്ടർമാർക്കും നഴ്സ് ഓഫീസർമാർക്കും പ്രാക്ടിക്കൽ ട്രെയിനിംഗ് കൊടുക്കുകയും ആരോഗ്യ പ്രവർത്തകർക്കും വിവിധ അർബുദങ്ങളെക്കുറിച്ച് ക്ലാസ് നടത്തുകയും ചെയ്തു. ക്യാമ്പയിന്റെ ഭാഗമായി എല്ലാ വ്യാഴാഴ്ചകളിലും ക്യാൻസർ സ്ക്രീനിംഗ് ക്ലിനിക്കുകൾ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ നടത്തപ്പെടുന്നതാണെന്നും സൂപ്രണ്ട് അറിയിച്ചു. ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ KR സുരേഷ് ബാബു ഇവിടെ ചടങ്ങിന് സ്വാഗതം ആശംസിച്ചു. ഈ ആസ്പത്രിയുടെ ജീവാത്മാവും പരമാത്മാവും എന്ന് വിശേഷിപ്പിക്കാവുന്ന സൂപ്രണ്ട് ജയന്തി ഡോക്ടർ, മറ്റ് ഡോക്ടർമാർ, HS ആരോഗ്യ മേഖലയുടെ ഭാവി കാവൽക്കാരായി വന്നിട്ടുള്ളവരെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഇവിടെ ഡോക്ടർ പ്രതിപാദിച്ചതുപോലെ കേരളം ഒരുപാട് കാര്യങ്ങളിൽ മുൻപന്തിയില്ല. രാജ്യത്തുള്ള 28 സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വിദ്യാഭ്യാസപരമായി കേരളം മുൻപന്തിയിലാണ്. പിന്നെ ഉത്പാദനത്തിൻ്റെ കാര്യം കേരളം മുൻപന്തിയിലാണ്. സാമൂഹ്യ സാംസ്കാരികപരമായി കേരളം മുൻപന്തിയിലാണ്. അതിനോടൊപ്പം തന്നെ ആഗ്രഹിക്കാതെ ആണെങ്കിലും മറ്റൊരു കാര്യത്തിൽ കൂടി കേരളം മുൻപന്തിയിലാണ് എന്ന് പറയേണ്ട അവസ്ഥയിലേക്ക് കേരളത്തെ കൊണ്ട് ചെന്നെത്തിച്ചിരിക്കുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും ദൈനംദിന ജീവിത രീതികളും ഭക്ഷണ രീതികളും. അതാണ് ഡോക്ടർ സൂചിപ്പിച്ചത്. ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സംസ്ഥാനമായി കേരളം മാറിക്കൊണ്ടിരിക്കും. ഒരിക്കലും അങ്ങനെ ആകാൻ പാടില്ല. കാരണം ആരോഗ്യ മേഖലയെ സംരക്ഷിക്കുക. 2 വീലറിന്റെ പേരിൽ തട്ടിപ്പ്, സമഗ്ര അന്വേഷണം നടത്തണമെന്ന് യൂത്ത് കോൺഗ്രസ്. വടക്കാഞ്ചേരി സംസ്ഥാന വ്യാപകമായി 2 വീലറിന്റെയും ഗൃഹോപകരണങ്ങളുടെയും പേരിൽ നടന്നിട്ടുള്ള തട്ടിപ്പിൽ വടക്കാഞ്ചേരിയിലും പരാതി ഉയർന്ന സാഹചര്യത്തിൽ 2 ദിവസമായി CPMന്റെ പോഷക സംഘടനകളായ DYFIയും മഹിളാ അസോസിയേഷനും കോൺഗ്രസ് നേതാക്കളെയും നഗരസഭാ കൌൺസിലർമാരെയും തട്ടിപ്പുകാരാണെന്ന രീതിയിൽ പ്രചാരണം നടത്തിവരികയാണ്. കോൺഗ്രസ് പാർട്ടിക്കെതിരായ ആരോപണങ്ങൾ തികച്ചും അടിസ്ഥാനരഹിതമാണ്. ഈ സാഹചര്യത്തിലാണ് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന് ഈ വിഷയത്തിൽ പ്രതികരിക്കേണ്ടി വന്നത്. സംസ്ഥാനത്തെ പിടിച്ചുലച്ച ഈ തട്ടിപ്പ് സംഘത്തിന് കേരളത്തിൽ 62 ബ്ലോക്കുകളിൽ സ്വീറ്റ്സ് എസ്റ്റി എന്ന പേരിൽ ശാഖകൾ പ്രവർത്തിച്ചു വരുന്നുണ്ട്. അതിൽ വടക്കാഞ്ചേരി പ്രവർത്തിക്കുന്നു എന്ന് പറയുന്ന ശാഖയ്ക്ക് വടക്കാഞ്ചേരിയിലെ കോൺഗ്രസ് പാർട്ടിയുമായി യാതൊരു ബന്ധവുമില്ലാത്തതാണ്. ഈ സംഘത്തിന് പാർട്ടിയുടെ അറിവോ സമ്മതമോ ഇല്ല. സംഘം നിലവിൽ തുടങ്ങിയവർക്ക് തന്നെയാണ് ഈ സംഘത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം. ഏതെങ്കിലും തരത്തിൽ പാർട്ടിയെ ഉപയോഗിക്കുകയോ കളങ്കപ്പെടുത്തുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കുവാൻ ആർജവമുള്ള പാർട്ടിയാണ് കോൺഗ്രസ്. ഞങ്ങൾ എല്ലാ കാലത്തും ഇരകൾക്കൊപ്പമാണ്, വേട്ടക്കാർക്കെതിരെയുമാണ്. വടക്കാഞ്ചേരി നഗരസഭയിലും തെക്കുംകരയിലും ഈ പദ്ധതിയിൽപ്പെട്ട വഞ്ചിതരായവർക്ക് ആവശ്യമായ നിയമസഹായം സൗജന്യമായി നൽകുവാൻ യൂത്ത് കോൺഗ്രസ് തയ്യാറാണ്.
ഈ കാര്യത്തിൽ സംസ്ഥാന സർക്കാർ സത്യസന്ധമായ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ കർശന ശിക്ഷാ നടപടിയെടുക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് നേതാക്കളായ യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് ഷെഫീഖ്, യൂത്ത് കോൺഗ്രസ് മുൻ നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് അഖിൽ സാമുവേൽ തുടങ്ങിയവർ ആവശ്യപ്പെട്ടു. CSR ഫണ്ട് ലഭ്യമാണെന്ന് പറഞ്ഞിട്ട് അതുവഴി 2 വീലർ കൊടുക്കാം, മറ്റു ഉപകരണങ്ങൾ കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് വലിയ തോതിലുള്ളൊരു തട്ടിപ്പ് ഇപ്പോൾ കേരളത്തിൽ നടന്നിട്ടുണ്ട്. അത്തരം തട്ടിപ്പുമായി ബന്ധപ്പെട്ട് വടക്കാഞ്ചേരിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ DYFIയുടെയും അതുപോലെ തന്നെ മഹിളാ അസോസിയേഷൻ്റെയൊക്കെ നേതൃത്വത്തിൽ കോൺഗ്രസിനെ പ്രതി ചേർത്തുകൊണ്ട് കോൺഗ്രസിൻ്റെ നേതാക്കളെ എഴുത്തുന്ന തരത്തിലുമൊക്കെ അവരുടെ പ്രസ്താവനകളും സമരപരിപാടികളും കണ്ടു. ഈ ഘട്ടത്തിലാണ് യൂത്ത് കോൺഗ്രസ് ഈ വിഷയത്തിൽ ഇടപെടാൻ തീരുമാനിച്ചിട്ടുള്ളത്. യൂത്ത് കോൺഗ്രസിൻ്റെ ഇതിൽ വ്യക്തമായൊരു നിലപാടുള്ളത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സമഗ്രമായ ഒരു അന്വേഷണം പോലീസിൻ്റെ ഭാഗത്തു നിന്നും കൃത്യമായി നടത്തണമെന്നാണ് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ DYFIയും മഹിളാ അസോസിയേഷനൊക്കെ വലിയ കാര്യത്തിൽ സമരം നടത്തുമ്പോൾ ഈ കേരളം ഭരിക്കുന്നത് പിണറായി വിജയനാണ്. CPMന്റെ മന്ത്രിസഭ, CPMന്റെ നേതൃത്വത്തിലുള്ള മുഖ്യമന്ത്രി, CPMന്റെ നേതൃത്വത്തിലുള്ള ആഭ്യന്തരമന്ത്രി, അവർ നിയന്ത്രിക്കുന്ന പോലീസ് എന്തുകൊണ്ടാണ് ഇത്രയും വലിയ തട്ടിപ്പ് കേരളത്തിൽ നടന്നത് എന്നതിനെ കുറിച്ചിട്ട് ഇതിൻ്റെ പ്രതിസ്ഥാനത്ത് വരുന്നത് രാഷ്ട്രീയപരമായി, ധാർമ്മികപരമായി കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയാണ്, CPM ആണ്, പിണറായി വിജയനാണ്. അപ്പോൾ അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് DYFI മഹിളാ അസോസിയേഷനും ഒക്കെ ഈ പരിപാടി ഏറ്റെടുത്തിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൻ്റെ ഇരകളോടുകൂടെയോ അതല്ലെങ്കിൽ ഇതിലെ പ്രതികളെ ശിക്ഷിക്കണമെന്ന യാതൊരു സതുദ്ദേശവും DYFIക്കോ മഹിളാ അസോസിയേഷനോ ഈ വിഷയത്തിലില്ല എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസ് ഈ ഘട്ടത്തിൽ ഇവിടെ പറയുന്നത്. അപ്പോൾ ഞങ്ങൾ പറയുന്നത് പോലീസ് അന്വേഷിക്കണം, കൃത്യമായ ഇടപെടൽ നടത്തണം. എന്തുകൊണ്ടാണ് കോടിക്കണക്കിന് രൂപ, 600 കോടി രൂപയുടെ മേലെ പോയിട്ടുണ്ട് ഈ തട്ടിപ്പ് എന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ് ഇത്രയും വലിയ തട്ടിപ്പ് നടക്കുമ്പോൾ കേരളത്തിലെ പോലീസ് ഇത് അറിയാതെ പോയത്, ഇന്റലിജൻസ് സംവിധാനം അറിയാതെ പോയത്? അത് ആരുടെ വീഴ്ചയാണ്? അപ്പോൾ അതൊക്കെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് വരണം. അല്ലാതെ ഒരു വിഷയത്തിന് പുറത്ത് കോൺഗ്രസിനെയും കോൺഗ്രസിന്റെ നേതാക്കളെയൊക്കെ പ്രതി ചേർക്കുന്ന രീതിയിൽ ഒരു കാർഡടിച്ച് വെടിവെക്കുന്ന ഒരു സമ്പ്രദായമാണ് ഈ വിഷയത്തിൽ CPMഉം DYFIയും അതുപോലെ CPMന്റെ പോഷക സംഘടനകളും സ്വീകരിച്ചു വരുന്നത്. കൂർക്കഞ്ചേരി റോഡ് പണിയിലെ അപാകതകളും അഴിമതിയും അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് BJP കോർപ്പറേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ സമരം ഡിവിഷൻ കൗൺസിലർ വിനോദ് പൊള്ളാഞ്ചേരി ഉദ്ഘാടനം ചെയ്തു. കൂർക്കഞ്ചേരി റോഡ് പണിയിലെ അഴിമതിക്കെതിരെ BJP കോർപ്പറേഷൻ കമ്മിറ്റിയുടെ സമരപരിപാടിയുടെ ഭാഗമായിട്ടുള്ള പ്രതിഷേധ സമരം കൂർക്കഞ്ചേരി ക്ഷേത്ര പരിസരത്ത് നിന്ന് ആരംഭിച്ച് മെട്രോ ഹോസ്പിറ്റലിന് സമീപം സമാപിച്ചു. ഈസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് വിപിൻ ഐനുകുന്നത്ത് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഒല്ലൂർ മണ്ഡലം പ്രസിഡന്റ് അശ്വിൻ വാര്യർ സ്വാഗതം പറഞ്ഞു. ഡിവിഷൻ കൗൺസിലർ വിനോദ് പൊള്ളാച്ചേരി പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. കൗൺസിലർ N പ്രസാദ്, ഷാജൻ ദേവസ്വം പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. ബിനോയ് നന്ദിയും രേഖപ്പെടുത്തി. പഴയന്നൂരിൽ കൂവ ചക്ക പായസ ഫെസ്റ്റ്. പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിൽ കൂവ ചക്ക പായസ ഫെസ്റ്റ് ഒരുക്കി കുടുംബശ്രീ സംരംഭകർ. കുടുംബശ്രീ CDSന്റെ ആഭിമുഖ്യത്തിൽ 6ാം വാർഡ് ഇഷ്ടം യൂണിറ്റിലെ കുടുംബശ്രീ സംരംഭകരാണ് കൂവ ചക്ക പായസ ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. ഫെസ്റ്റ് പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. ജീവിതശൈലി രോഗങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുക, സ്ത്രീകൾക്ക് സ്വയം തൊഴിലിന് അവസരം ഒരുക്കുക തുടങ്ങിയവയാണ് പദ്ധതി വഴി ലക്ഷ്യമിടുന്നതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK മുരളീധരൻ പറഞ്ഞു. പഴയന്നൂർ പഞ്ചായത്തിലെ 6ാം വാർഡ് ഇഷ്ടം കുടുംബശ്രീ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ 5 വനിതകൾ ചേർന്ന് വീടുകളിൽ കൃഷി ചെയ്യുകയും ശേഖരിക്കുകയും ചെയ്യുന്ന കൂവയും ചക്കയും വഴി ഉണ്ടാക്കുന്ന വിവിധ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഫെസ്റ്റിൽ ലഭ്യമാകും. കൂവപ്പായസം, കൂവപ്പൊടി, ചക്ക എന്നിവയും ഫെസ്റ്റിൽ ലഭ്യമാകുന്നത്. കുടുംബശ്രീ ചെയർപേഴ്സൺ രശ്മി സുരേന്ദ്രൻ അധ്യക്ഷയായ ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് രമ്യ വിനീത്, മെമ്പർമാരായ സുജ S, AK ലത, രാധാ രവീന്ദ്രൻ, യശോദ, സംരംഭക ശോഭ പഴയന്നൂർ, ഫാം ലൈവ്ലിഹുഡ് കോർഡിനേറ്റർ ഉബൈമ KV, വൈസ് ചെയർപേഴ്സൺ ഗീത തുടങ്ങിയവർ സന്നിഹിതരായി. ഇനിയൊരു ഇടവേള. Mediplus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്.
ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ് സുവർണ ബസാർ മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. സേവന രംഗത്ത് 25 കൊല്ലമായി മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന തട്ടിൽ ഫിനാൻസ് എന്ന സ്ഥാപനം 25ാം വയസ്സ് ആഘോഷിക്കുന്ന വേളയിൽ കാളത്തോട് സ്വന്തം ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 1 ഗ്രാം സ്വർണത്തിന് കൂടുതൽ പണം, പലിശ നിന്ന ദിവസത്തേക്ക് മാത്രം, 5 മിനിറ്റിനുള്ളിൽ ലോൺ, 25 വർഷത്തെ പാരമ്പര്യം. നിങ്ങൾ തരുന്ന സ്വർണത്തിന് കൂടുതൽ പണം. തട്ടിൽ ഫിനാൻസ്, തട്ടിൽ ആർക്കേഡ്, കാളത്തോട്. ഹെഡ് ഓഫീസ് തട്ടിൽ ഫിനാൻസ്, കൽപ്പക കോംപ്ലക്സ്, മണ്ണുത്തി. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്തത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? മൂട്ടൊന്നുമില്ല, പക്ഷെ കിടക്ക. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വീണ്ടും വാർത്തയിലേക്ക്. കേരള ബഡ്ജറ്റ് 2025 തൃശൂർ സുവോളജിക്കൽ പാർക്കിനുള്ള വിഹിതം അപര്യാപ്തം. കേരള ബഡ്ജറ്റ് 2025 തൃശൂർ സുവോളജിക്കൽ പാർക്കിനായി വകയിരുത്തിയിട്ടുള്ളത് 6 കോടി രൂപയാണ്. ഇതും തികച്ചും അപര്യാപ്തമാണ്. തൃശൂർ മൃഗശാലയിൽ നിന്നും മുഴുവൻ പക്ഷിമൃഗാദികളെയും പുത്തൂരിലുള്ള സുവോളജിക്കൽ പാർക്കിലേക്ക് മാറ്റിയ ശേഷം അവയെ 3 മാസക്കാലം നിരീക്ഷണം നടത്തി സംരക്ഷിക്കേണ്ട കാലഘട്ടമാണിത്. ഈ വർഷം അവസാനത്തിൽ മാത്രമാണ് സുവോളജിക്കൽ പാർക്ക് പ്രവർത്തനം ആരംഭിക്കുകയും സന്ദർശകരിൽ നിന്ന് പ്രവേശന ഫീസിനത്തിൽ വരുമാനം ഉണ്ടാകുകയുള്ളൂ. ഇത്രയും കാലം ദൈനംദിന ചെലവുകൾക്കും ജീവനക്കാർക്കുമായി ഏകദേശം 10 കോടിയോളം രൂപ ചെലവ് വരും. ആയതുകൊണ്ട് തുടർന്നുള്ള ബജറ്റ് ചർച്ചകളിൽ ഇക്കാര്യം പരിഗണിച്ച് കൂടുതൽ തുക സുവോളജിക്കൽ പാർക്കിനായി വകയിരുത്തുവാൻ തയ്യാറാകണമെന്ന് ഫ്രണ്ട്സ് ഓഫ് സൂ സെക്രട്ടറി M പീതാംബരൻ മാസ്റ്റർ ബന്ധപ്പെട്ടവരോട് അഭ്യർത്ഥിച്ചു. പുത്തൂർ നമ്പ്യാർ റോഡിൽ മധ്യവയസ്കനെ ചവിട്ടിക്കൊന്ന കേസിൽ അറസ്റ്റിലായ പ്രതികളെ സംഭവസ്ഥലത്തെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി. പുത്തൂർ സ്വദേശി മാളിയേക്കൽ ലിംസൺ, വരടയം തേറാട്ടിൽ സ്വദേശി ബിനു എന്നിവരെയാണ് ഉള്ളൂർ പോലീസ് സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത്. കഴിഞ്ഞ മാസം 22-നാണ് പ്രതികൾ കൊലപാതകം നടത്തിയത്. മദ്യപാനത്തിനിടെ ഉണ്ടായ തർക്കത്തെ തുടർന്ന് തമിഴ്നാട് മധുര സ്വദേശി ശെൽവകുമാറിനെയാണ് പ്രതികൾ കൊലപ്പെടുത്തിയത്. പോസ്റ്റ്മോർട്ടത്തിലാണ് മരണം കൊലപാതകമാണെന്ന് സ്ഥിരീകരിച്ചത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇരുവരും പിടിയിലായത്. പ്രതികൾ 2 പേരും ശെൽവകുമാറിന്റെ സുഹൃത്തുക്കളാണ്. ഒല്ലൂർ SHO വിനോദിന്റെ നേതൃത്വത്തിലായിരുന്നു തെളിവെടുപ്പ് നടത്തിയത്. വടക്കാഞ്ചേരിയിലെ കോൺഗ്രസ് തട്ടിപ്പ് സംഘത്തെ അറസ്റ്റ് ചെയ്യുക. ഡിവൈഎഫ്ഐ പ്രതിഷേധ മാർച്ച്. CSR ഫണ്ടിന്റെ പേരിൽ സീഡ് സൊസൈറ്റിയിൽ രൂപീകരിച്ച് സംസ്ഥാന വ്യാപകമായി നടത്തിയ കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പിന്റെ വടക്കാഞ്ചേരിയിലെ ഏജൻസി നടത്തുന്നത് കോൺഗ്രസ് കൗൺസിലർമാരും നേതാക്കളും.
തട്ടിപ്പുകാരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വടക്കാഞ്ചേരി സീഡ് സൊസൈറ്റി ഓഫീസിലേക്ക് ഡിവൈഎഫ്ഐ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. CPI ഏരിയ കമ്മിറ്റി അംഗം MJ ബിനോയ് ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് KR പ്രശാന്ത് അധ്യക്ഷനായി. ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി ER രാഹുൽ സ്വാഗതം പറഞ്ഞു. ഡിവൈഎഫ്ഐ ബ്ലോക്ക് ട്രഷറർ AD അജി, ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി NN സുകന്യ, വൈസ് പ്രസിഡന്റുമായ AS സുബിൻ, മഹേഷ് M മോഹനൻ, ബ്ലോക്ക് എക്സിക്യൂട്ടീവ് അംഗം SB ഐശ്വര്യ തുടങ്ങിയവർ സംസാരിച്ചു. ഡിവൈഎഫ്ഐ ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി മിഥുൻ സജീവ് നന്ദിയും പറഞ്ഞു. തട്ടിപ്പുകാരെയും തട്ടിപ്പിനെ കൂട്ടുനിൽക്കുന്ന ഉന്നത കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ഉൾപ്പെടെ എല്ലാവർക്കുമെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും ഡിവൈഎഫ്ഐ നേതാക്കൾ ആവശ്യപ്പെട്ടു. വടക്കാഞ്ചേരി ഉത്രാളിക്കാവ് പൂരം അഖിലേന്ത്യാ പ്രദർശനത്തിന്റെ കാൽനാട്ടൽ ചടങ്ങ് വർണ്ണാഭമായി. 2007 ഉത്രാളിക്കാവ് പൂരത്തിനോടനുബന്ധിച്ച് അഖിലേന്ത്യാ പ്രദർശനം ആരംഭിച്ചത്. പുതുമയാർന്നതും കൗതുക കാഴ്ചകളും അതിലുപരി പൂരപ്രേമികളുടെ മനം ത്രസിപ്പിക്കുന്ന ദൃശ്യവിരുന്നുകളും അഖിലേന്ത്യാ പ്രദർശനത്തിൽ അരങ്ങേറുമെന്ന് സംഘാടകർ പറഞ്ഞു. ചടങ്ങ് സേവിയർ ചിറ്റിലപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. അഖിലേന്ത്യാ പ്രദർശനത്തിന്റെ സംഘാടക സമിതിക്ക് നേതൃത്വം നൽകുന്ന നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ, പൂരം പങ്കാളിത്ത ദേശ കമ്മിറ്റി പ്രസിഡന്റുമാരായ AK സതീഷ് കുമാർ, TP ഗിരീശൻ, CA ശങ്കരൻകുട്ടി തുടങ്ങി സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ വ്യക്തിത്വങ്ങൾ പങ്കെടുത്തു. ചരിത്രപ്രസിദ്ധമായ ഉത്രാളിക്കാവ് പൂരം 25-ന് ആഘോഷിക്കും. അങ്ങനെ പിരിച്ചുവിടേണ്ട ഒരു സ്ഥിതിയിലേക്ക് നമ്മുടെ ഈ കൂട്ടായ്മ മാറിയിട്ടില്ല. 25-ാം തീയതിയാണ് വിശ്വപ്രസിദ്ധമായ ഉത്രാളിക്കാവ് പൂരം നമ്മൾ ആഘോഷിക്കുന്നത്. 25-ഉം 26-ഉം ഏകദേശം ഒരാഴ്ച മുമ്പ് തന്നെ ബന്ധപ്പെട്ട ദേശ കമ്മിറ്റികൾ അവരുടെ തട്ടകദേശത്ത് വിവിധങ്ങളായിട്ടുള്ള കലാപരിപാടികളും സാംസ്കാരിക പരിപാടികളും ഇതിൻ്റെ ഭാഗമായിട്ട് പൂരത്തിൻ്റെ ഭാഗമായിട്ട് നടത്തും. മുമ്പൊക്കെ തന്നെ വലിയ തോതിലില്ലെങ്കിലും ഇപ്പോൾ വലിയ തോതിലാണ് അതാത് പ്രദേശത്തെ തട്ടകദേശങ്ങൾ, അതാത് പ്രദേശത്തെ നാട്ടുകാർ കൂടിച്ചേർന്ന് ആ പ്രദേശത്ത് സാംസ്കാരിക കൂട്ടായ്മകളൊക്കെ തന്നെ സംഘടിപ്പിക്കുന്നത്. തിരിച്ചെത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. ചേരും നേരം ഇന്നും കണ്ണിൽ മിന്നും നീയും കാലം നമ്മിൽ ഒന്നായി മാറി ഓരോ നാടും നീ എൻ സ്വന്തം. SRK Gold and Diamonds, കാളത്തോട്, തൃശൂർ. Making every celebration sparkle. അറിഞ്ഞില്ലേ, നമ്മുടെ SBS ഗോൾഡിൽ ഹോൾസെയിൽ വിലയിലും കുറഞ്ഞ ഉൽപാദന വില മാത്രം. സാധാരണക്കാർക്ക് ഡിസ്കൗണ്ടും ഓഫറും. സ്വർണം, വെള്ളി ആഭരണങ്ങൾ, വെഡിംഗ് ആഭരണങ്ങൾ, HUD ഹോൾമാർക്ക് 100% 916 ആഭരണങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഓർഡർ പ്രകാരം നിർമ്മിച്ചു നൽകുന്നു. SBS ഗോൾഡ് എന്നും സാധാരണക്കാർക്കൊപ്പം. അപ്പോൾ എങ്ങനെയാ SBS ഗോൾഡിലേക്ക് പോയാലോ? പഴയ സ്വർണം മാറ്റി പുതിയതാക്കുമ്പോൾ പഴയ സ്വർണത്തിന് പൈസ കുറയുന്നുണ്ടോ? ആ പേടിയും വേണ്ട. എല്ലാ ഞായറാഴ്ചയും തുറന്നു പ്രവർത്തിക്കുന്നു. SBS ഗോൾഡ് ജ്വല്ലേഴ്സ്, ഇളംതുരുത്തി. റിവൈവൽ തൃശൂർ. പരിശുദ്ധാത്മ കവിഞ്ഞൊടുക്കുന്ന 7 ദിനങ്ങൾ. ഇക്കണ്ടവാരി റോഡ്, മനോരമ ഓഫീസിന് സമീപം, തൃശൂർ. 2025 ഫെബ്രുവരി മാസം 2-ാം തീയതി മുതൽ 8-ാം തീയതി വരെ രാവിലെ 9 മണി മുതൽ രാത്രി 9 മണി വരെ.
ഇന്ത്യൻ ഇവാഞ്ചലിസ്റ്റ് ബ്രദർ അനു ജേക്കബ് ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നു. കൃപാവരപ്രാപ്തരായ 40ഓളം അനുഗ്രഹീത അഭിഷിക്തന്മാർ ദൈവവചനം ശുശ്രൂഷിക്കുന്നു, ആരാധനകൾക്ക് നേതൃത്വം നൽകുന്നു. എല്ലാവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. വീണ്ടും വാർത്തയിലേക്ക്. 2025 മാർച്ച് 31 വരെയുള്ള രണ്ടാം ശനി, ഞായർ ഉൾപ്പെടെയുള്ള എല്ലാ അവധി ദിനങ്ങളിലും വസ്തുനികുതിയും തൊഴിൽ നികുതിയും അടയ്ക്കുന്നതിനായുള്ള സൗകര്യം ലഭ്യമാണ്. തൃശൂർ കോർപ്പറേഷൻ 55 ഡിവിഷനുകളിലെയും വസ്തുനികുതിയും തൊഴിൽ നികുതിയും 2025 മാർച്ച് 31 വരെയുള്ള രണ്ടാം ശനി, ഞായർ ഉൾപ്പെടെയുള്ള എല്ലാ അവധി ദിവസങ്ങളിലും കോർപ്പറേഷൻ ഓഫീസിലോ സോണൽ ഓഫീസിലോ നേരിട്ടെത്തി അടയ്ക്കുന്നതിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. കോർപ്പറേഷൻ പരിധിയിലെ പൊതുജനങ്ങൾ പരമാവധി ഈ സൗകര്യം പ്രയോജനപ്പെടുത്തുന്നതിന് താൽപര്യപ്പെടുന്നു. വിയോജന കുറിപ്പ് നൽകി ഇറങ്ങിപ്പോന്നു. തെക്കുംകര ചെപ്പാറയിൽ ഫോറസ്റ്റിന്റെ സംരക്ഷിത വനഭൂമി അനധികൃതമായി കയ്യേറി ബ്ലോക്ക് പഞ്ചായത്ത് നിർമ്മിക്കുന്ന കെട്ടിടത്തിന് നമ്പർ അനുവദിക്കുന്നതിനെതിരെ പാർലമെന്ററി ലീഡർ AR കൃഷ്ണൻകുട്ടിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് മെമ്പർമാരായ PS റഫീഖ്, PT മണികണ്ഠൻ, ലീന ജെറി തുടങ്ങിയവർ യോഗത്തിൽ സെക്രട്ടറിക്ക് വിയോജന കുറിപ്പ് നൽകി ഇറങ്ങിപ്പോന്നു. നിലവിൽ വനം വകുപ്പ് സ്റ്റോപ്പ് മെമ്മോ പിൻവലിച്ചിട്ടില്ല. നിലവിൽ പഞ്ചായത്ത് ഈ കെട്ടിടത്തിന് പെർമിറ്റും അനുവദിച്ചിട്ടില്ല. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അന്വേഷണവും അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് വിജിലൻസ് മേധാവി N ചന്ദ്രശേഖരൻ എന്ന ഓഫീസറുടെ നേതൃത്വത്തിൽ അന്വേഷണത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം സ്ഥലം സന്ദർശിച്ച് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. ഇപ്പോൾ ഹൈക്കോടതിയിലും കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. ഈ അവസരത്തിൽ ഇത് ഗുരുതരമായ നിയമലംഘനമാണ് ചെയ്യുന്നത്. പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് AR കൃഷ്ണൻകുട്ടി യോഗത്തിൽ എടുത്തുപറഞ്ഞ ശേഷം യോഗത്തിൽ വിയോജനക്കുറിപ്പ് മെമ്പർമാർ എഴുതി നൽകി. തെക്കങ്കര ഗ്രാമപഞ്ചായത്തിൽ അടുത്ത നാളുകളായി അഴിമതിക്ക് മാത്രം കൂട്ടുനിൽക്കുന്ന CPI ഭരണത്തിനെതിരെയാണ് ഇന്ന് ഞങ്ങളുടെ ഈ പ്രതിഷേധം. ചെപ്പാറ ടേക്ക് ബ്രേക്ക് അഴിമതിയാണെന്ന് പറഞ്ഞതുകൊണ്ട് വനം വകുപ്പിന് പരാതി കൊടുക്കുകയും DFO ഇത് പണി നിർത്തിവെക്കണമെന്ന് സ്റ്റോപ്പ് മെമ്മോ കൊടുക്കുകയും ചെയ്തിട്ട് ആരുടെയോ നിക്ഷിപ്ത താല്പര്യത്തിന് വേണ്ടി രാഷ്ട്രീയ പ്രേരിതമായി കലക്ടറെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇത് ഒരു ഫണ്ട് അനാവശ്യമായി നശിപ്പിക്കുന്നു എന്ന ഒരു വ്യാജേന അവിടെ അഴിമതി നടത്തുകയാണ്. ഈ അഴിമതിക്കെതിരെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മെമ്പർമാർ ഞങ്ങൾ ഇതിനെ ബഹിഷ്കരിക്കുന്നത്. ഈ ബഹിഷ്കരണം ഇതൊരു തുടക്കം മാത്രമാണ്. ഇനി ഇത് മുന്നിട്ട് പോവുകയാണെങ്കിൽ ഈ പഞ്ചായത്തിന് മുന്നിൽ തന്നെ ശക്തമായ സമരപരിപാടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകുമെന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. തെക്കുംകര ഗ്രാമപഞ്ചായത്ത് ചെപ്പാറ ടൂറിസ്റ്റ് കേന്ദ്രത്തിനോട് ചേർന്ന് നിർമ്മിക്കുന്ന ടേക്ക് ബ്രേക്കിനെതിരെ പഞ്ചായത്തിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കി വികസനത്തെ തകർക്കുവാനുള്ള ശ്രമത്തിലാണ്. കഴിഞ്ഞ കുറേ മാസങ്ങളായി റോഡ് പുറമ്പോക്ക് ഭൂമി ഫോറസ്റ്റ് ഭൂമിയാണെന്ന് നുണപ്രചരണം നടത്തി വിവാദങ്ങൾ ഉണ്ടാക്കുകയാണ്. ദിനംപ്രതി വളർന്ന് വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് ചെപ്പാറ. ചെപ്പാറയിൽ വരുന്ന ടൂറിസ്റ്റുകൾക്ക് താമസിക്കുവാൻ ഉൾപ്പെടെ സാധ്യമാകുന്ന രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. തെക്കുംകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ, തെക്കുംകര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് E ഉമാലക്ഷ്മി, തെക്കുംകര ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായിട്ടുള്ള PR രാധാകൃഷ്ണൻ, സബിത സതീഷ്, VC സജീന്ദ്രൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷൈനി ജേക്കബ്, ശാന്ത ഉണ്ണികൃഷ്ണൻ, സിന്ധു രാജീവ്, VS ഷാജു, C സുരേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. പദ്ധതി അവിടെ ആരംഭിച്ചു. ഏകദേശം റോഡ് പുറമ്പോക്ക് എന്ന് പറയുന്ന 50 സെന്റ് സ്ഥലം അവിടെ റോഡ് പുറമ്പോക്കായി കിടക്കുന്ന ഒരു സ്ഥലമാണ്. അതിൽ നിന്നൊരു 6 സെന്റ് സ്ഥലമാണ് ഈ ടേക്ക് എ ബ്രേക്ക് പണിയുന്നതിന് വേണ്ടി. ബാക്കിയെല്ലാം തന്നെ റോഡിൻ്റെ വികസനത്തിനുമായി ബന്ധപ്പെട്ട് വിശാലമായി ഇങ്ങനെ കിടക്കുകയാണ്. അവിടെ 6 സെന്റ് ഭൂമിയിലാണ് ഈ ടേക്ക് എ ബ്രേക്കിൻ്റെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നത്. ഈ പ്രവർത്തനം നടക്കുന്ന ആദ്യഘട്ടം മുതൽ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതാക്കന്മാർ അനാവശ്യ വിവാദങ്ങളുണ്ടാക്കി ഇതിനെ തകർക്കാൻ, വികസനത്തെ തകർക്കാൻ വേണ്ടി മുന്നോട്ട് വരുന്ന കാഴ്ചയാണ് കണ്ടത്. DFOനെ ഫോറസ്റ്റിനെ പ്രയോജനപ്പെടുത്തി അനാവശ്യ സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കി ഫോറസ്റ്റ് ഭൂമിയാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമം ഉണ്ടായി. അവസാനം ഫോറസ്റ്റ് ഭൂമിയല്ല എന്ന് DFO ഉൾപ്പെടെ വന്ന് പരസ്യമായി സമ്മതിക്കുകയും അതിൻ്റെ ഭാഗമായി നിർത്തിവെച്ച പണി, ആ ടേക്ക് എ ബ്രേക്കിൻ്റെ നിർമ്മാണം ഒരു ഘട്ടത്തിൽ നിർത്തിവെച്ചത് വീണ്ടും ജില്ലാ കലക്ടർ ഇടപെട്ട് MLA-മാരുടെ ഇടപെടലിൻ്റെ ഭാഗമായി ജില്ലാ കലക്ടറും ഇടപെടുകയും അതിൻ്റെ ഭാഗമായി DFO ഇടപെടുകയും നിർമ്മാണം വീണ്ടും രണ്ടാം ഘട്ടം ആരംഭിക്കുകയും ചെയ്തു. ആ സമയത്താണ് ഇപ്പോൾ വീണ്ടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതാക്കന്മാർ ഹൈക്കോടതിയിൽ പോയി
ഹൈക്കോടതി ആ കേസ് സ്റ്റേ ആവശ്യപ്പെട്ട സ്റ്റേ കൊടുക്കാതെ കേസ് മാറ്റിവെക്കുകയാണ് ചെയ്തത്. അങ്ങനെ കൃത്യമായി ഇന്നും അവിടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും അത്തരമൊരു ടേക്ക് എ ബ്രേക്കിൻ്റെ 2 റൂമിൻ്റെ പണി പൂർത്തീകരിച്ചിട്ടുണ്ട്. ആ 2 റൂമിൻ്റെ നമ്പറിംഗ് ഇടുന്നതിന് വേണ്ടിയാണ് ഇന്ന് ഗ്രാമപഞ്ചായത്ത് യോഗം ചേർന്നത്. അതിൽ അനാവശ്യ വിവാദങ്ങളുണ്ടാക്കി. ഈ കാര്യത്തിൽ മാത്രമല്ല, എല്ലാ മേഖലയിലും ഒരു കാര്യങ്ങൾ പോലും നിർവഹിക്കാൻ പ്രാപ്തിയില്ലാതായിരിക്കുകയും ചെയ്യുന്ന ആളുകളെ, ആ ചെയ്യുന്ന പ്രവർത്തനത്തെ, വികസന പ്രവർത്തനങ്ങളെ തുരങ്കം വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ രീതിയിലുള്ള പ്രവർത്തനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രാദേശിക ഘടകം തീരുമാനിക്കുകയും അത് മനസ്സോടെ ഏറ്റെടുക്കേണ്ട ഗതികേട് ഈ തെക്കുംകര ഗ്രാമപഞ്ചായത്തിലെ പ്രതിപക്ഷ UDF മെമ്പർമാർക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. തീർച്ചയായും ആ ടേക്ക് എ ബ്രേക്കിൻ്റെ പണി 1 കോടി രൂപയുടെ പണി മനോഹരമായി ഈ ഭരണസമിതി, ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഭരണസമിതിയും തെക്കുംകര ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതിയും ഈ കാലഘട്ടം പൂർത്തീകരിക്കുന്ന മുമ്പ് തന്നെ അതിൻ്റെ പ്രവർത്തനം പൂർത്തീകരിച്ച് ഉദ്ഘാടനത്തിലേക്ക് പോകണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടെ. സംസ്ഥാന ബജറ്റ് ഒല്ലൂരിന്റെ സമഗ്ര വികസനത്തിന് ഉതകുന്നതാണെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. പശുക്കളെ നഷ്ടപ്പെട്ട ക്ഷീര കർഷകർക്ക് മന്ത്രി ജെ ചിഞ്ചുറാണി പശുക്കളെ വിതരണം ചെയ്തു. ക്യാൻസർ ജനകീയ പ്രതിരോധ ക്യാമ്പയിൻ ബ്ലോക്ക് തല ഉദ്ഘാടനം പ്രസിഡന്റ് കെ ആർ രവി വെള്ളാനിക്കര സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ ഉദ്ഘാടനം ചെയ്തു. പുത്തൂർ നമ്പ്യാർ റോഡിൽ മധ്യവയസ്കനെ ചവിട്ടിക്കൊന്ന കേസിൽ അറസ്റ്റിലായ പ്രതികളെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ.